ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ കുക്കറിൽ നമുക്ക് ബസുമതി അരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. 2 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പായതുകൊണ്ട് 3 കപ്പ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചെടുത്തു. ഇനി അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം തിളച്ചിടാൻ തന്നെ അരി കഴുകിയിട്ടിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് 1 വിസിൽ അടിച്ചാൽ മതി. ഇനി ഒരു തട്ടിക്ക് ചോറൊക്കെ കൊട്ടി കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഫാനിൻ്റെ ചുവട്ടിൽ വേണ്ട നമ്മളിത് വെക്കാൻ. 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ റൈസ് നന്നായിട്ട് തന്നെ വേറിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇഷ്ടമുള്ളവർക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ റെഡും ഗ്രീനും ഫുഡ് കളർ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ 2ാം ട്രിപ്പ് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ബാക്കി വന്ന വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുകളിലായിട്ട് നെയ്ച്ചോറിൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദമ്മ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ റൈസൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്